ഡോക്ടർ ബി ജയരാജ്, ഇപ്പോൾ UDFന്റെ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് PV അൻവർ. ആ ഒരു നേതാവിന് രാഷ്ട്രീയമായ ഒരു നേട്ടം ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സാധാരണയായി ഇത്തരം നേതാക്കൾക്ക് നേട്ടമാണ് ഉണ്ടാവുക. അതായത് ഭരണകൂട ഭീകരത ആ നേതാവിനെതിരെ പ്രവർത്തിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ഒരു ജനകീയ അടിത്തറ കൂട്ടുവാനുള്ള ഒരു അവസരമായി അതിനെ വിനിയോഗിക്കും എന്നതാണല്ലോ പൊതുവായുള്ള ഒരു കാര്യം. അതാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാര്യം നിജേഷ് അരവിന്ദ് തന്നെ എടുത്തു പറഞ്ഞത്. അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുകയായിരുന്നോ ഇവിടെ പിണറായി വിജയൻ സർക്കാർ ചെയ്തത്? അതുമാത്രമല്ല, അൻവർ ഈ ഏത് വിഷയത്തിലാണോ അകത്ത് പോയത് അതൊരു ജനകീയ വിഷയമായിരുന്നു. ഈ വന്യജീവി ആക്രമണങ്ങളിൽ പൊറുതി മുട്ടുന്ന ഒരു ജനതയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സമരമായിരുന്നു അവിടെ കണ്ടത്. അവിടെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു സ്വീകാര്യത കൂടുകയല്ലേ ചെയ്യുന്നത്? അതറിയാത്ത നേതാവല്ലല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ എന്തായാലും അനുവാദത്തോടു കൂടിയായിരിക്കുമല്ലോ ഒരു ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിജേഷ് ചൂണ്ടിക്കാണിച്ച പോലെ എന്തിനാണ് അത്തരം ഒരു രാഷ്ട്രീയ മണ്ഡലം കാട്ടുന്നത്? അതോ അങ്ങനെ ആയാൽ കൂടി കുഴപ്പമില്ല, ഇയാളെ അകത്ത് തന്നെ ഇടണം, അത് ഈ കേസ് മാത്രമല്ല, ഇതൊരു തുടക്കം മാത്രമാണ്, ഇനി പരമ്പര തന്നെ ഉണ്ടാവും കേസുകളുടെ, അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണോ ഉണ്ടായിരിക്കുന്നത്? അൻവർ ഇപ്പം ഇത് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഗുഡ് കോസിന് വേണ്ടിയാണ് സമരം ചെയ്തതെന്നുള്ള മഞ്ജുഷിൻ്റെ വാദത്തോട് ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. കാരണം മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ധാരാളമായിട്ട് മനുഷ്യരുടെ ജീവൻ എടുക്കുന്ന ഒരു സ്ഥിതി നടപ്പിലാക്കിയിട്ടുണ്ട്. കേന്ദ്ര നിയമത്തിൻ്റെ ഭാഗമായിട്ടും മറ്റു പല നിയമങ്ങളുടെ ഭാഗമായിട്ടും. ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ ഇപ്പോൾ കങ്കാരു മാത്രമുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. വേറെ ഒരു രാജ്യത്തും കങ്കാരു ഇല്ല. പക്ഷേ കങ്കാരു പെരുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കങ്കാരുവിന് കള്ളിങ് എന്ന് പറഞ്ഞിട്ട് അതിനെ കശാപ്പ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിക്കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ആനകളെയും വന്യമൃഗങ്ങളെയും കശാപ്പ് ചെയ്യണമെന്നല്ല, അത് മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കും മറ്റ് പല സ്ഥലങ്ങളിലേക്കും അല്ലെങ്കിൽ നാച്ചുറൽ പാർക്സിലേക്കും ഒക്കെ മാറ്റി സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ നിയമം കയ്യിലെടുക്കാൻ MLA ആണെങ്കിലും MP ആണെങ്കിലും ആരാണെങ്കിലും, പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ ഒട്ടും ചെയ്തുകൂടാത്ത കാര്യമാണ്. അങ്ങനെ നിയമം കയ്യിലെടുത്തിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ അതിനൊരു മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയ വിഷയമുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് അത് രാഹുൽ മാങ്കൂട്ടമായാലും ശരി, അത് PV അൻവർ ആണെങ്കിലും ശരി. ആരാണ് പറയുന്നത്? CPM ആണ് പറയുന്നതെന്ന് കൂടി ഓർക്കണം. CPM സഹയാത്രികനാണ്, പറയണം കേട്ടോ. CPM-ന് പറയാനുള്ള ആർജവമുണ്ടല്ലോ. ഞാൻ പറഞ്ഞുതരാം, CPM-ന് പറയാനുള്ള ആർജവമുണ്ട്. ഏറ്റവും കൂടുതൽ അടിയന്തരാവസ്ഥ കാലത്ത് പിണറായി ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. അവസാനം വഞ്ചൂരിൽ റോഡ് കയ്യേറിയാണ് പാർട്ടി സമ്മേളനത്തിന് വേദി കിട്ടിയത്. എന്നിട്ട് കോടതി ഇടപെട്ടിട്ടാണ് നേതാക്കൾക്കെതിരെ കേസെടുത്തത്. ഒന്നും മിണ്ടാതെ പോലീസ് പോയി. പോലീസിന്റെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് അവിടെ ചെയ്തത്. CPM ആണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള അക്രമ സമരങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ആ പാർട്ടിക്ക് ഒരു അർഹതയുമില്ല ഇക്കാര്യത്തിൽ. മഞ്ജുഷെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. ആദ്യമായിട്ട് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് അതിക്രൂരമായി മർദ്ദിച്ച ഒരു നേതാവുണ്ട് കേരളത്തിൽ. അദ്ദേഹത്തിന്റെ പേരാണ് പിണറായി വിജയൻ. അടിയന്തരാവസ്ഥ കാലത്ത് അതിക്രൂരമായാണ് കോൺഗ്രസിന്റെ കരുണാകരന്റെ പോലീസ് പിടിച്ചോണ്ട് പോയി. അവസാനം ആ ചോരക്കറയുള്ള ഷർട്ട് ഉയർത്തി കാണിച്ചപ്പോൾ അന്നേരം ഇരുന്ന സ്പീക്കർ പൊട്ടിക്കരയുണ്ടായി. ചെറിയാൻ ഫിലിപ്പിന്റെ കേരള രാഷ്ട്രീയ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ അതിനകത്ത് വ്യക്തമായി അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വേറെ ആരുടെയും ബുക്കല്ല ഞാൻ കോട്ട് ചെയ്ത് പറയുന്നത്. അങ്ങനെ ചരിത്ര രേഖകളുടെ സ്ഥാനമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കൊടിയ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് V ശിവൻകുട്ടി. അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സംസ്ഥാന സർക്കാർ തന്നെ മുൻപന്തിയിൽ വന്നത്. ഇതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ്, വെറുതെ പറ്റിക്കാൻ നോക്കണ്ട. നിയമസഭയിൽ ഞാൻ പറഞ്ഞൊന്ന് പൂർത്തിയാക്കട്ടെ. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ നിതിൻ പൈലി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ഇപ്പോഴും തോളിക്കയറ്റുകൊണ്ട് നടക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ. ധീരജിന്റെ കൊലപാതകത്തിൽ 1-ാം പ്രതിയായിട്ടുള്ള നിതിൻ പൈലിയെ യാതൊരു എളുപ്പമില്ലാതെ തോളിക്കയറ്റുകൊണ്ട് നടക്കുകയും ചെയ്യും. എന്നിട്ട് കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ കോൺഗ്രസ്സുകാർക്ക് പിന്നെ KPCCയുടെ തിങ്ക് ടാങ്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ INCയുടെ തിങ്ക് ടാങ്ക് ഉണ്ടല്ലോ, ചിന്തൻ ശിബിറോ എങ്ങനെയുണ്ട് വിളിക്കുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ട് ചിന്തൻ ശിബിറിന്റെ വാക്കുകളൊന്നും കേൾക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ഈ ബുദ്ധി രാക്ഷസന്മാർ, ഈ ബുദ്ധി കുറഞ്ഞ CPM-കാർക്ക് കുറച്ച് ബുദ്ധി വാടകയ്ക്ക് തന്നിരുന്നത് വലിയ ഉപകാരമായിരുന്നു എന്നാണ് നമ്മൾ ഈ ജനകീയ വിഷയത്തിൽ ചിന്തിക്കാത്തത്. ഇത്രയും നാൾ അൻവറിന് പൂർണ്ണ സംരക്ഷണം നൽകിയിരുന്നത് ഇതേ തിങ്ക് ടാങ്കുകൾ തന്നെ ആയിരുന്നുവല്ലോ, ഇതേ ആളുകൾ തന്നെ ആയിരുന്നുവല്ലോ. ഈ അൻവർ എന്ന് പറയുന്ന അത്ര മാന്യനായ വ്യക്തിയൊന്നുമല്ലല്ലോ, ഷേഡി ക്യാരക്ടർ തന്നെയാണ് PV അൻവർ MLA എന്ന് പറയുന്നത്. ഇത്രയും നാൾ നിങ്ങൾ സംരക്ഷണം കൊടുത്തു. അൻവറിന് ഉണ്ടാവാൻ പോകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പണ്ട് നവാബ് രാജേന്ദ്രനെ കുറിച്ച് ഹൈക്കോടതി ഒരു പരാമർശം നടത്തി, ശല്യക്കാരനായ വ്യവഹാരി. അതുപോലെ തന്നെ ഇതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ PC ജോർജിനെ കോൺഗ്രസ് എടുത്തു വെച്ച കണക്കുള്ള
അനുഭവം UDF ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. UDF അതുകൊണ്ടാണ് UDF ഇങ്ങനെ അടുപ്പിക്കാതെയും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വ്യക്തിയുടെ എങ്ങനെയൊക്കെയാണ് പെരുമാറ്റങ്ങൾ, അദ്ദേഹത്തിൻ്റെ രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് വളരെ സസൂക്ഷ്മം അവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല BD സതീശനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ ഇതുവരെ പിന്നോട്ട് പോയിട്ടില്ലല്ലോ. രാജീവ് ഗാന്ധിയുടെ DNA പരിശോധന, രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധന നടത്തണമെന്ന് പറഞ്ഞ ആളല്ലേ അൻവർ. അതിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ലല്ലോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് റിപ്പോർട്ടർമാരെ, ഒരുപാട് പത്രലേഖകന്മാരെ എല്ലാം സ്വന്തം അധികാരത്തിൻ്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് മുൾമുനെ നിർത്തിയ ഒരാളാണ് PV അൻവർ. PV അൻവർ അത്ര നേരായ രീതിയിലൊന്നുമല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. പിന്നെ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ എന്തെല്ലാം ഫ്ലിംസി ഗ്രൗണ്ട്സ് ആണ് അദ്ദേഹം ആരോപിച്ചത്. എക്സ്റ്റോഷൻ, കൊലപാതകം, ഒരു സ്റ്റേറ്റിലെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന DGPക്കെതിരെ അദ്ദേഹത്തിനെതിരെ നടത്തിയ ആരോപണങ്ങൾ എന്തൊക്കെയാണ്? എക്സ്റ്റോഷൻ, കൊലപാതക ശ്രമം, പിന്നീട് കള്ളപ്പണ ഇടപാട്, ഇങ്ങനെ നിരന്തര ആരോപണങ്ങളുടെ വൈരനൈരാധന ബുദ്ധിയോടുകൂടി തനിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ മുഴുവൻ കുറ്റങ്ങളും ആരോപിച്ചുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് തെളിയുകയോ ഏതെങ്കിലും ഒരു തെളിയാത്തതിന് കാരണമുണ്ട്. സംസ്ഥാന ഏജൻസി അന്വേഷിച്ചാൽ എങ്ങനെ തെളിയാനാണ്? സംസ്ഥാന ഏജൻസി അന്വേഷിച്ച് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. അതിൽ വലിയ അത്ഭുതപ്പെടാനുള്ള കാര്യമൊന്നുമില്ല. നിങ്ങളോടൊപ്പം നിന്നപ്പോഴാണ് PV അൻവർ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അൻവർ ഷേഖിക്കായി മാറിയത് നിങ്ങളുടെ തണലിൽ തന്നെയാണ്. അതേ അൻവറിനെ ഇപ്പോൾ അകത്തിടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു. അതായത് ഒരു പ്രതികാര ദാഹത്തോടെയുള്ള പ്രവർത്തനം നടക്കുന്നു, അത്രമാത്രം കരുതിയാൽ മതി. കാരണം അൻവർ അതിനുശേഷം ചെയ്ത കാര്യങ്ങളൊന്നുമല്ല ഇത്. അതാ ഈ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നടന്നിട്ടുള്ളത് നിങ്ങളുടെ ഭരണകാലത്ത് നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ നിങ്ങളുടെ അനുയായിയായി, നിങ്ങളുടെ കടന്നൽ കൂട്ടത്തിന്റെ രാജാവായി വിലസുമ്പോഴാണ്. അത് സ്വയം പ്രഖ്യാപിതമല്ലേ? സോഷ്യൽ മീഡിയ ബബിളല്ലേ അതൊക്കെ? സോഷ്യൽ മീഡിയ ബബിളൊക്കെ എത്ര നാൾ അന്ന് കൈയടിച്ചതാരാണ്? അല്ലല്ല, അന്ന് കൈയടി കൊടുത്തതാരാണ്? നിങ്ങളുടെ നേതാക്കൾ തന്നെയാണ് കൈയടി കൊടുത്തത്. സ്റ്റഫ് വേണം, എന്തെങ്കിലും സ്റ്റഫ് വേണം, എന്നാലേ നിലനിൽക്കാൻ പറ്റൂ രാഷ്ട്രീയത്തിലൊക്കെ. അതിന് ഇപ്പൊ DMK ഉണ്ടാക്കാൻ പോയി, അവിടുന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷം ഇവിടെ വന്ന് DMK ഉണ്ടാക്കി, ആരും കൂടെ ചേർക്കുന്നില്ല. ഇലക്ഷന് സ്വന്തം സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യുന്നു. അങ്ങനെ എങ്ങ് നിലയില്ലാ കലത്തിൽ മുങ്ങി താന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. ഈ ഒരു അവസരത്തിൽ അൻവർ എടുത്ത കോസ് നല്ലതാണ്, പക്ഷെ അദ്ദേഹം ചെയ്ത പ്രവൃത്തി ശരിയല്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. ആ ഒരു കോസ് എന്തായാലും കേരളത്തിലുള്ള ഈ പ്രദേശങ്ങളിൽ, അതായത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അത് എല്ലാ കക്ഷികളുമായിട്ട് ഇരുന്നുകൊണ്ട് സർവകക്ഷി യോഗം വിളിച്ചിട്ട് നിരന്തര പരിഹാരം. കാര്യം കുടിയേറ്റ കർഷകന്റെ വികാരം, ആ വിഷയം ശ്രീ പണിക്കർ, ഈ വിഷയത്തിന്റെ